PV അൻവറാണ് നമ്മോടൊപ്പം ചേരുന്നത്. അങ്ങ് തുടങ്ങി വെച്ച യുദ്ധം ജയിച്ചു, പക്ഷേ അങ്ങ് ജയിച്ചില്ല. അങ്ങനെ ചുരുക്കാവല്ലേ? വളരെ സന്തോഷമാണ്, വളരെ സന്തോഷം. കാരണം യുദ്ധം നടന്നു, സേനാനായകന് വെടിയേറ്റ് മരിച്ചു, പക്ഷേ യുദ്ധം ജയിച്ചു. ഞാൻ അത്ര ഉദ്ദേശിച്ചിരുന്നുള്ളൂ. എനിക്ക് ജയിക്കണമെങ്കിൽ മറ്റുള്ള പല സാഹചര്യങ്ങളുണ്ടായിരുന്നു, നിങ്ങൾക്കൊക്കെ അറിയുന്നതാണ്. പക്ഷേ ആ യുദ്ധം ഞാൻ തന്നെ ബേപ്പൂരിൽ പോയി നയിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചതാണ്. അതിൻ്റെ റിസൾട്ട് കോഴിക്കോട് ജില്ലയിലുണ്ടായി, കേരളത്തിലുടനീളമുണ്ടായി. വളരെ കൃത്യമല്ലേ, ബേപ്പൂരിൽ തോൽക്കുന്ന BJPയുടെ വോട്ട് പർച്ചേസ് ചെയ്തു. അല്ലാതെ കുറച്ച് വോട്ട് അദ്ദേഹം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 2021 26,000 ചില്ലാനം വോട്ടുണ്ടായിരുന്ന BJPക്ക് 19,000-ഓളം വോട്ട് അധികം പോൾ ചെയ്യപ്പെട്ടിട്ട് ആകെ 10-50 വോട്ടാണ് വർദ്ധിച്ചിട്ടുള്ളത്. BJPയുടെ മുഖ്യ ലീഡർ അമിത്ഷാ ഇവിടെ വന്നിട്ട് കോഴിക്കോട് ജില്ലയിൽ BJPക്ക് വേണ്ടി വോട്ട് അഭ്യർത്ഥിച്ച ബേപ്പൂര, അവിടെ ഒരു വോട്ടിൻ്റെ വ്യത്യാസം ഉണ്ടായിട്ടില്ല. 35,000 വോട്ടാണ് BJPക്ക് അവിടെ എന്നായിരുന്നു പാർട്ടിയുടെ ക്ലെയിം, അമിത്ഷായുടെ ക്ലെയിം. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു വോട്ടും മാറിയിട്ടില്ല. ഈ വോട്ട് ആരാ കൊണ്ടുപോയത്? പണം കൊടുക്കാതെ പിന്നെ എന്ത് കൊടുത്തിട്ടാണ് വാങ്ങിക്കുക? ഈ പറയുന്ന ധാരണ, നമ്മൾ പറയുന്ന അഡ്ജസ്റ്റ്മെൻറ്റ്, പിണറായിയും കേന്ദ്രവുമായിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റില്ല. പിണറായിയുടെ മരുമകനെ രക്ഷിക്കുക എന്നത് BJPയുടെ ഏറ്റവും വലിയ ആവശ്യമല്ലേ? അതിനെന്താ തർക്കം? അത് നടന്നു. കേരളത്തിലെ VD സതീശൻ്റെ നേതൃത്വത്തിലാണ് വിജയം കൈവന്നതെന്ന് അങ്ങ് പറയുന്നുണ്ടല്ലോ, എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ നേതാവ് ഏതൊരു തിരഞ്ഞെടുപ്പിനൊരു ക്യാപ്റ്റൻ ഉണ്ടാവുമല്ലോ. ആ ക്യാപ്റ്റൻ അദ്ദേഹമായിരുന്നല്ലോ. മാത്രമല്ല, ഇത്രയും വലിയൊരു വിജയത്തിൻ്റെ ഒരു പ്രധാന കാരണം സെക്യുലർ സ്റ്റാൻഡ് അദ്ദേഹം എടുത്തു. വളരെ സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റാൻഡ് എടുത്തു. വെള്ളാപ്പള്ളിയുടെ മുഖത്ത് നോക്കിയിട്ട് ഒരു വർഗീയവാദിയുടെയും വോട്ട് ഈ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾ തോറ്റാലും ശരി ഒരു വർഗീയവാദിക്ക് ഞങ്ങൾ കീഴടങ്ങില്ല എന്ന് മുഖത്ത് നോക്കി പറയാൻ ത്രാണി കാണിച്ച നേതാവാണ് അദ്ദേഹം. അതിൻ്റെ ഒരു കേരളത്തിൻ്റെ സെക്യുലർ സ്വഭാവമല്ലേ കാസർഗോഡ് തിരുവനന്തപുരം കാണിക്കുന്നത്. ആ ക്യാപ്റ്റനെ തുടരണമെന്നാണ് ആഗ്രഹം. അല്ല, അത് കോൺഗ്രസ് തീരുമാനിക്കട്ടെ. ഞാൻ അതിലൊരു വാക്ക് പറഞ്ഞിട്ട് ഒരു കോംപ്ലിക്കേഷനിലേക്ക് ഞാൻ പോകുന്നില്ല. അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനിക്കട്ടെ. നമ്മൾ ഇവിടെ നടന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെ ഞാനതിൽ എൻ്റെ ഫീലിംഗ് സത്യസന്ധമായി പറയുകയാണ്. എങ്ങനെയാണ് അങ്ങയുടെ നാളത്തെ പ്ലാനുകൾ? അല്ല, ഞങ്ങൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ UDF-നുമായി സഹകരിച്ചിട്ട് തന്നെ ആണല്ലോ ഞങ്ങൾ നിൽക്കുന്നത്. ഇപ്പോൾ ഇവിടെ പുതുതായിട്ടൊരു ലെഫ്റ്റിൻ്റെ സാധ്യതയെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്. റിയൽ ലെഫ്റ്റ് വേണമെന്ന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് ലീഡർഷിപ്പൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. അത് കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട നേതാക്കന്മാരും മുസ്ലിം ലീഗ് അടക്കമുള്ള UDF-ൻ്റെ ലീഡർഷിപ്പുമായി ചർച്ച ചെയ്തിട്ട് ഇപ്പോൾ പിണറായിയെ വിട്ടുവന്നവർ ഇനി വരാൻ നിൽക്കുന്നവർ പലരുണ്ട്. അവർക്ക് കയറി നിൽക്കാൻ നല്ലൊരു പ്ലാറ്റ്ഫോമാണ് സ്ട്രോങ് ആയിട്ടുള്ളത്. ഒരു റിയൽ ലെഫ്റ്റ് ഇവിടുത്തെ സാധാരണക്കാർക്കും തൊഴിലാളികൾക്കും ഈ പറയുന്ന കൃഷിക്കാർക്കൊക്കെ വേണ്ടി സംസാരിക്കാൻ ആ ഒരു പ്ലാറ്റ്ഫോമിനുള്ള സാധ്യത UDF ലീഡർഷിപ്പുമായി ചർച്ച ചെയ്ത് ഈ പറയുന്ന ഇടതുപക്ഷ അനുഭാവികളുമായി സംസാരിച്ചൊരു തീരുമാനം അവസാനം കുറിക്കാനായി എന്നുള്ള സംതൃപ്തി ഉണ്ടോ? എൻ്റെ അമ്മ, അത് മാത്രമേ ഉള്ളൂ സംതൃപ്തി. ഞാൻ ഒന്നും സുഖമായിട്ട് ഉറങ്ങും, സുന്ദരമായിട്ട് ഉറങ്ങും. ഇതിലപ്പോഴുള്ള സംതൃപ്തി എന്താ? നാട് രക്ഷപ്പെട്ടില്ലേ? ഈ നാടിനെ എങ്ങോട്ടാണ് അദ്ദേഹം കൊണ്ടുപോയിരുന്നത്? എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഈ നാട്ടിൽ എല്ലാം കൊള്ളയടിച്ച് കഴിഞ്ഞില്ലേ? ചോദ്യം ചെയ്യപ്പെടാത്ത കൊള്ളക്കാരനും വർഗീയവാദിയായിട്ട് അദ്ദേഹം മാറി. അതിന് മാറ്റം ഉണ്ടാവും. എന്തായാലും തലമുട്ടടിക്കേണ്ട ആവശ്യം വരുന്നില്ല. പടച്ചോൻ കാത്തു. മുഹമ്മദ് റിയാസറ്റ് ആ ബെറ്റിന് വന്നിരുന്നെങ്കിൽ ഇപ്പോൾ മുട്ടയും കൂടി അടിക്കേണ്ടിയിരുന്നു. ബാക്കിയെല്ലാം പോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഞാൻ രക്ഷപ്പെട്ടിരിക്കും. ഇടതുപക്ഷത്തിനെതിരായ പോരാട്ടം തുടരും. ഇതുവരെയുള്ള പോരാട്ടത്തിൽ താൻ വിജയിച്ചില്ലെങ്കിലും സംതൃപ്തിയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു. അഖിലോട്ട് വർഗൊപ്പം CB അനുമോദ്, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.